എല്ലാം മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രചരണത്തിന്റെ കൊടുമുടിയിൽ നിന്നും ഭരണഘടന വണങ്ങിയിറങ്ങിയുന്ന മോദി എന്ന ആത്മലയത്തിൽ നിന്നും എൻ ഡി എ എന്ന് ആവർത്തിച്ചുരുവിടുന്ന മോദി, ഒറ്റബുദ്ധിയുടെ തീരുമാനയുക്തികളിൽ നിന്നും സമവായത്തിന്റെ പാതയിലേക്കിറങ്ങിയ മോദി, ഇന്ന് ഡൽഹിയിൽ ചേർന്ന NDA പാർലമെന്ററി യോഗത്തിൽ കണ്ട മോദി ഏറെ മാറിയ മോഡിഫൈഡ് മോദിയോ? കൂട്ടുകക്ഷി ഭരണത്തിന്റെ കത്രികപ്പൂട്ടിൽ മോദി പാഠം പഠിച്ചു തുടങ്ങിയോ എന്നാണ് ചോദ്യം. ഇന്ന് പഴയ പാർലമെന്റ് ഹാളിൽ നടന്ന NDA പാർലമെന്റ് പാർട്ടി യോഗത്തിൽ മുന്നണിയെക്കുറിച്ച് വാചാലനാകുന്ന മോദിയാണ് കണ്ടത്. NDAയുടേത് ഉലയാത്ത ബന്ധമെന്നാണ് പറഞ്ഞത്. പകിട്ടുകുറഞ്ഞ വിജയത്തിനൊടുവിൽ സഖ്യകക്ഷികളെ കൂടെ നിർത്താൻ BJPക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന സൂചനകൾ തന്നെയായിരുന്നു മോദിയുടെ പ്രസംഗം. രാജ്യം ഭരിക്കാൻ സമവായം ആവശ്യമാണെന്ന് കൂടി മോദി പറഞ്ഞു വെക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. റിപ്പോർട്ട്. फ्री पोल अलायंस हिंदुस्तान के राजनीतिक इतिहास में और हिंदुस्तान की राजनीति में गठबंधन के इतिहास में प्री पोल अलायंस इतना सफल कभी भी नहीं हुआ है जितना कि NDA हुआ. और मैं कह सकता हूं, हकीकतों के तथ्यों के आधार पर कह सकता हूं, ये सबसे सफल अलायंस है. NDA സഖ്യത്തെ ആവോളം പുകഴ്ത്തുന്നതായിരുന്നു മോദിയുടെ പ്രസംഗം. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രൂപീകരിച്ച സഖ്യമെന്ന് ഊന്നിപ്പറഞ്ഞ മോദി രാജ്യത്തെ ഏറ്റവും ശക്തമായ സഖ്യകക്ഷി സർക്കാരായിരിക്കുമെന്നും ആവർത്തിച്ചു. പാർലമെന്റിൽ എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ തുല്യരാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 30 വർഷമായി NDA സഖ്യം ശക്തമായി മുന്നോട്ട് പോകുന്നത്. ये दायित्व देते हैं, इसका मतलब है कि हम दोनों के बीच हम आपस में विश्वास का सेतु इतना मजबूत है. ये अटूट रिश्ता विश्वास की मजबूत धरातल पर है और ये सबसे बड़ी पूंजी होता है. हमारा ये अलायंस सच्चे अर्थ में भारत की असली जो स्पिरिट है, जो भारत का आत्मा है, भारत की जड़ों में जो रचा बसा है, उसका एक अर्थ में प्रतिबिंब है. സഖ്യകക്ഷികളുമായി സമവായത്തിൽ മുന്നോട്ടു പോകും. രാജ്യം ഭരിക്കാൻ സമവായം ആവശ്യമെന്നും മോദി. सरकार चलाने के लिए बहुमत आवश्यक है, लोकतंत्र का वही एक सिद्धांत है, लेकिन देश चलाने के लिए सर्वमत बहुत जरूरी होता है. और मैं आज देशवासियों को സർക്കാർ രൂപീകരണത്തിന് TDPയുടെയും JDUവിന്റെയും പിന്തുണ അനിവാര്യമായ സാഹചര്യത്തിൽ NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മുന്നണി ഐക്യം ഊന്നിപ്പറയുകയായിരുന്നു മോദി ചെയ്തത്. NDAയിലെ മറ്റു കക്ഷികളുമായി സമവായം ഉറപ്പുവരുത്തി മുന്നോട്ടു പോകുമെന്നാണ് നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞത്. NDA സഖ്യത്തിന് പുതിയ പൂർണ്ണ രൂപവും പൂർണ്ണ പേരും മോദി നൽകി. ന്യൂ ഇന്ത്യ, ഡെവലപ്ഡ് ആസ്പിറേഷണൽ ഇന്ത്യ. ന്യൂ ഇന്ത്യ, ഡെവലപ്ഡ് ഇന്ത്യ, ആസ്പിറേഷണൽ ഇന്ത്യ എന്നതാണ് NDAയുടെ പുതിയ രൂപം. കണക്കുകൾ പരിശോധിക്കുമ്പോൾ രാജ്യത്തിലെ ഏറ്റവും ശക്തമായ സഖ്യകക്ഷി സർക്കാർ ഇതായിരിക്കുമെന്നാണ് മോദി പറഞ്ഞത്. മോദി എന്നും BJP സർക്കാർ എന്നും ആവർത്തിക്കുന്നതായിരുന്നു മോദിയുടെ മുൻകാല പ്രസംഗങ്ങളിൽ മിക്കതും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം NDA യോഗത്തിലും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലും ഇത് മോദിയുടെ വിജയം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അവകാശവാദം. പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ചേർന്ന യോഗത്തിലെ പ്രസംഗത്തിൽ നിരവധി തവണയാണ് മോദി ഇന്ന് NDA എന്ന് പരാമർശിച്ചത്. മാത്രമല്ല NDA നേതാക്കളെ പുകഴ്ത്താനും മോദി മറന്നില്ല. NDAയ്ക്ക് സഖ്യകക്ഷികളുമായി ഉലയാത്ത ബന്ധമെന്നാണ് മോദി പറഞ്ഞു വെച്ചത്. BJPക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് സഖ്യകക്ഷികൾ എന്നാണ് റിപ്പോർട്ടുകൾ. അതിൽ പ്രധാനമാണ് അഗ്നിപഥ് പദ്ധതി. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന അഗ്നിപഥ് പദ്ധതിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ ആലോചനയെന്നാണ് റിപ്പോർട്ട്. പുനഃപരിശോധന വേണമെന്ന് NDA ഘടകകക്ഷികളായ JDU, ലോക് ജനശക്തി പാർട്ടി എന്നീ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ സ്കീം പ്രകാരം 4 വർഷത്തെ സേവന കാലാവധിക്കു ശേഷം മികവ് പുലർത്തുന്ന 25% പേരെ 15 വർഷത്തേക്ക് നിയമിക്കും. 75% പേർക്ക് സേനയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും.
വരും. ഇതേ തുടർന്നാണ് മുഴുവൻ അഗ്നിവീർമാർക്കും 15 വർഷത്തേക്ക് നിയമനം നൽകുന്ന കാര്യത്തിലേക്ക് അഗ്നിപഥിനെ പരിണമിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിലവിൽ അഗ്നിവീർമാർ സൈനിക ജോലിക്കിടെ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ മറ്റ് സൈനികർക്ക് ലഭിക്കുന്ന അതേ സാമ്പത്തിക സഹായം ലഭിക്കില്ല. ഈ വിവേചനവും ഒഴിവാക്കിയേക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിൽ അഗ്നിപഥ് തിരിച്ചടിയായെന്നാണ് BJPയുടെയും വിലയിരുത്തൽ. സൈനികർ കൂടുതലുള്ള ഹരിയാന പാതിയായി, ഉത്തർപ്രദേശ് പാതിയിലും താഴെ പോന്നു, പഞ്ചാബിൽ ആനമുട്ട, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും തിരിച്ചടി നേരിട്ടു. പുനർവിചിന്തനത്തിന് BJPയെ ഇത് പ്രേരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് JDU ആവശ്യമുന്നയിച്ചു കഴിഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു രാജ്യവ്യാപകമായ ജാതി സർവേ. സർവേ നടത്തണമെന്ന JDU ആവശ്യത്തിന് BJP എന്തു തീരുമാനമെടുക്കുമെന്നത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. BJPയിൽ ചേരുന്നതിന് മുൻപ് നിതീഷ് കുമാർ സർക്കാർ സംസ്ഥാനത്ത് ജാതി സർവേ നടത്തിയിരുന്നു. ജാതി സെൻസസ് നടത്തുമെന്ന വാഗ്ദാനത്തെ സ്വത്ത് വിതരണം ചെയ്യാനുള്ള നീക്കമായി വ്യാഖ്യാനിച്ച് മോദി ഇനി എന്ത് ചെയ്യുമെന്നതാണ് ചോദ്യം. കാലം ആവശ്യപ്പെടുന്ന ജാതി സെൻസസ് ദേശീയതലത്തിൽ നടത്തുന്നതിന് നരേന്ദ്രമോദി എതിർക്കില്ല എന്നാണ് മുതിർന്ന JDU നേതാവ് KC ത്യാഗി പറഞ്ഞത്. ഒറ്റ രാജ്യം, ഒറ്റ തെരഞ്ഞെടുപ്പ്, ഏകീകൃത സിവിൽ കോഡ് എന്നിവയെ പിന്തുണയ്ക്കുമെന്ന് JDU അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സമവായ അടിസ്ഥാനത്തിൽ മാത്രം. ഏകീകൃത സിവിൽ കോഡ് സങ്കീർണമായ പദ്ധതിയാണ്. എല്ലാവരുമായി ചർച്ച നടത്തിയ ശേഷം മാത്രമേ ഇത് നടപ്പാക്കാവൂ എന്നതാണ് JDUവിൻ്റെ ആവശ്യം. JDUവിൻ്റെയും TDPയുടെയും പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ് ബീഹാറിനും ആന്ധ്രയ്ക്കും പ്രത്യേക പദവി വേണമെന്നത്. ഇത് നേരത്തെ NDA തള്ളിക്കളഞ്ഞതാണ്. സാമൂഹിക സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളുടെ വികസനം ഉറപ്പാക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് പ്രത്യേക പദവി സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്. പ്രത്യേക കാറ്റഗറി സംസ്ഥാനങ്ങളുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുൾപ്പെടെ സംസ്ഥാനം വഹിക്കുന്ന ചെലവിന്റെ 90% വഹിക്കേണ്ടത് കേന്ദ്രമാണ്. 0% പലിശയിൽ വായ്പ ലഭിക്കുന്നതിന് പുറമെ കേന്ദ്ര ഫണ്ടിൽ മുൻഗണനയും എക്സൈസ് തീരുവയിൽ ഇളവും ലഭിക്കും. അതിദാരിദ്ര്യത്തിലുള്ള ബീഹാറിന് പ്രത്യേക പദവി മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് JDUവിന്റെ നിലപാട്. ഒപ്പം തന്നെ TDPയുടെയും നിലപാട്. 2014 ആന്ധ്രാപ്രദേശ് തെലങ്കാന വിഭജനത്തിന് മുന്നോടിയായി ഇരു സംസ്ഥാനങ്ങൾക്കും പ്രത്യേക കാറ്റഗറി പദവി ഉറപ്പാക്കിയിരുന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. NDA ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കും എന്നതും പ്രധാനപ്പെട്ടതാണ്. ആന്ധ്രാപ്രദേശിൽ 4% സംവരണം നിലനിർത്തുക എന്നത് പ്രകടന പത്രികയിൽ നിന്നുള്ള വാഗ്ദാനമാണ് TDPയുടേത്. ഇതിനി എങ്ങനെയാണ് ഈ വാഗ്ദാനത്തെ തന്നെ തള്ളിപ്പറഞ്ഞ നരേന്ദ്രമോദി സർക്കാർ ഉൾക്കൊള്ളുക എന്നതും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കൊപ്പം അതിഥികൾ BJP പ്രതിനിധി ഷാജി രാഘവൻ, ഒപ്പം കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽ ബോസ്, CPM പ്രതിനിധി A സമ്പത്ത് എന്നിവർ. ആദ്യം ഞാൻ പോകുന്നത് ഷാജി രാഘവനിലേക്കാണ്. ശ്രീ ഷാജി രാഘവൻ, ഇന്ന് നേരത്തെ ഞങ്ങളുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ 25ലധികം തവണയാണ് NDA എന്ന് നരേന്ദ്രമോദി ആവർത്തിച്ചു പറഞ്ഞത്. 2014 2019 കേൾക്കാത്ത കാണാത്ത ഒരു മാറ്റമാണോ നമ്മളിപ്പോൾ കണ്ടത്? സഖ്യകക്ഷികളിലേക്ക്, സമവായ ജനാധിപത്യത്തിലേക്ക് മോദി പാഠം പഠിച്ചു തുടങ്ങിയോ? ശ്രീ ഷാജി, ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ജനവിധി കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം ശ്രീ ഷാജി. ഞാൻ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. കേൾക്കാമോ? ഓക്കെ. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ജനവിധികൾ, ആ ജനവിധിയെ മാനിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു മടിയുമില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു പാൻ ഇന്ത്യ പാർട്ടി എന്നുള്ള നിലയ്ക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാതിനിധ്യമുള്ള ഘടകകക്ഷികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ ഒരു മുന്നണിയായിട്ടാണ് BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിയായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ടുള്ള ജനവിധി ഉണ്ടായി. ആ ജനവിധി എന്ന് പറയുന്നത് 292 MPമാരെ ജയിപ്പിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അടുത്ത 5 വർഷം രാജ്യം ഭരിക്കാനുള്ള ക്ലിയർ മാൻഡേറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഈ രാജ്യത്തെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം വാസ്തവമാണ്, ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഒറ്റയ്ക്കുണ്ടായിരുന്നു. ആ 2 തവണയും ഞങ്ങൾ ഭരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടും മുന്നണിയുടെ എല്ലാ മര്യാദകളും, എല്ലാ മാന്യതകളും, എല്ലാ സമവായങ്ങളും, എല്ലാ ചർച്ചകളും നടത്തിയിട്ട് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ 10 വർഷം അധികാരത്തിലിരുന്നിട്ടുള്ളത്. ഇപ്രാവശ്യം BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നണി ഭരണം ഇതാദ്യമല്ല. ഇപ്പോൾ കഴിഞ്ഞ 2 തവണ BJPക്ക് സ്വന്തമായി ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, ദീർഘകാലം സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസ് ഏകകക്ഷി ഭരണം ദീർഘകാലം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അതിനുശേഷം ആദ്യമായി ഒരു മുന്നണി സംവിധാനം, അതിൻ്റെ എല്ലാ ഫോർമാറ്റിലും അത്
ഡെവലപ്മെന്റിന്റെ ഏരിയയിലായാലും ശരി, അതല്ലെങ്കിൽ സമവായത്തിന്റെ മേഖലകളിലായാലും അതൊക്കെ ശരി, ശരി. അതൊക്കെ രാജ്യത്ത് നമ്മുടെ അഴിമതിയില്ലാത്ത ഗവൺമെന്റിനെ പ്രതിനിധാനം മുന്നിലുള്ള ചെയ്യുന്ന കഥകളാണ് താങ്കൾ കാര്യത്തിലായാലും പറഞ്ഞത്. ഞാൻ ശരി, എല്ലാ യോജിക്കുന്നു. ഫോർമാറ്റ് BJP അടൽ ബിഹാരി വാജ്പേയി തന്നെയാണ് കോറിലേഷൻ ധർമ്മ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിൽ നിന്ന് കാര്യങ്ങൾ വ്യത്യസ്തമാണ്. നമ്മൾ ഇതേവരെ BJPക്ക് ഭൂരിപക്ഷമുള്ള ഭരണ സംവിധാനങ്ങളെ കണ്ടിട്ടുള്ളൂ 2014 ശേഷം. പക്ഷേ ഇതാദ്യമായി ഈ NDAയും TDPയും JDUവും കൂടി പ്രധാന കക്ഷികളായി നിങ്ങളുടെ ഭരണ സംവിധാനത്തിലുണ്ട്, ഒപ്പം ഏക്നാഥ് ഷിൻഡെയും. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശിൽ 4% സംവരണം നടപ്പാക്കാൻ TDP മുന്നോട്ട് പോയാൽ നിങ്ങൾ പിന്തുണയ്ക്കുമോ? സിമ്പിൾ ചോദ്യമാണ്. സാർ, 2004 വരെ വാജ്പേയി നേതൃത്വം കൊടുത്ത ഗവൺമെന്റിൽ ഞങ്ങൾക്ക് 182 MPമാരേ ഉള്ളൂ. അത് സമ്മതിച്ചു സാർ. പക്ഷേ അവിടെ നിന്ന് പിന്നീട് 2018 ഇതേ TDP ഇറങ്ങിപ്പോയി. വളരെ ശ്രദ്ധേയരായിട്ടുള്ള പ്രബലരായിട്ടുള്ള സോഷ്യലിസ്റ്റ് നേതാക്കൾ നേതൃത്വം കൊടുത്ത അത് ജോർജ് ഫെർണാണ്ടസിന്റെ കാലം, അത് സമതാ പാർട്ടിയുടെ കാലം, അത് JDU ഉണ്ടായിരുന്നു നിങ്ങൾക്കൊപ്പം. അതിൽ നിന്നെല്ലാം JDU പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വിച്ച് ചെയ്തു, TDP മാറി. എന്റെ സ്ട്രേറ്റ് ചോദ്യം ഇതാണ്. നോക്കൂ, ആന്ധ്രാപ്രദേശിൽ 4% സംവരണം മുസ്ലിം വിഭാഗങ്ങൾക്ക് കൊടുക്കാൻ TDP തീരുമാനിച്ചാൽ നിങ്ങൾ എതിർക്കുകയോ യോജിക്കുമോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ നാളെ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. നമുക്കറിയാം, ഒരു മുന്നണി ഗവൺമെന്റിന്റെ സംവിധാനത്തിൽ ഒരു മിനിമം പൊതുപരിപാടികളുടെ അടിസ്ഥാനത്തിലാണ് മുന്നണി ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. 2014 2019 നമ്മൾ അധികം കണ്ടിട്ടേയില്ല. നമ്മൾ അവിടെ കണ്ടത് മോദി പ്രോഗ്രാമാണ്. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസം BJP ഉൾക്കൊള്ളുന്നുണ്ടോ ആന്തരികമായി? അല്ല, ആ രണ്ട് ഗവൺമെൻറ്റിലും ഘടകകക്ഷികളായിട്ട് ഇരുന്ന പാർട്ടികളുടെ അവരുടെ മാനിഫെസ്റ്റോയിൽ, അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അവർ പറഞ്ഞ കാര്യങ്ങളും ആ ഗവൺമെന്റുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ശരി, ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽ ബോസ് നമുക്ക് അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഒരു വിചിത്രമായ സാഹചര്യം രൂപപ്പെട്ടുവെന്നും BJP പാർലമെന്ററി യോഗം പോലും കൂടാനുള്ള ആത്മവിശ്വാസം മോദിക്കില്ലെന്നുമാണ് നിങ്ങളുടെ നേതാവ് പറഞ്ഞത്. പക്ഷേ NDA യോഗത്തിൽ ഇന്ന് നരേന്ദ്രമോദി ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. ഈ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും ശക്തിയുള്ള സഖ്യകക്ഷിയായി തീരുമെന്നാണ് നരേന്ദ്രമോദിയുടെ വിശ്വാസം. അദ്ദേഹം പറയുന്നത് പുതിയ NDAക്ക് പുതിയ പേരും അദ്ദേഹം കൊടുക്കുന്നു. കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകുന്നൊരു സഖ്യകക്ഷിയാകും. നിങ്ങൾക്കതിൽ ഉൾഭയമുള്ളതെന്ന് കരുതി നരേന്ദ്രമോദിക്ക് ഭയമില്ല കേട്ടോ എന്നാണ് BJP പ്രതിനിധി പറയുന്നത്. അഡ്വക്കേറ്റ് അനിൽ ബോസ്. നല്ല കാര്യം. ഈ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്ന ദേശീയ സഖ്യം ഏതു പേരിട്ട് വിളിച്ചാലും BJPയും സഖ്യകക്ഷികളും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. അവർക്കാണല്ലോ ഇപ്പം മുന്നണി സംവിധാനത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അല്ലെ ഉണ്ടാക്കാൻ പോകുന്നത്. മാത്രമല്ല, നിങ്ങളിൽ എത്ര കാലം കഴിഞ്ഞാലും അവരുടെ സീറ്റിന്റെ അടുത്തെത്തില്ല, 100 കടക്കില്ലെന്നൊക്കെയാണ് ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. അല്ല, അത് കുഴപ്പമില്ല. നരേന്ദ്രമോദി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ ഓരോ കാര്യങ്ങളും എടുത്ത് ചർച്ച ചെയ്താൽ നമുക്ക് ഭ്രാന്തായി പോകും. ഓരോ ദിവസവും തന്നെ, ഒരു ദിവസം തന്നെ അദ്ദേഹം പല വേദികളിൽ പലത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടി നമ്മളൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചികിത്സ തേടേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു പോസ്റ്റ്മോർട്ടത്തിനൊന്നും ഞാൻ ഇപ്പോഴില്ല. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മുന്നണി എന്നുള്ള നിലയിൽ അവർ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകുന്നു. അവർ സുതാര്യമായി ഭരിക്കുമെന്നല്ലാതെ ഭരിക്കുകയില്ല എന്ന് പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർക്ക് പറയാൻ പറ്റും, നിയുക്ത പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റും? അതില്ല. സ്വാഭാവികമായിട്ട് അവരത് പറയും. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. അതാ പ്രശ്നം. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പം തന്നെ താങ്കൾ ചോദിച്ചൊരു ചോദ്യം, ആന്ധ്രാപ്രദേശിൽ പ്രകടന പത്രികയിൽ തന്നെ മുസ്ലിം സംവരണം 4% എന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിനു മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ചയിൽ ചോദിച്ചിരുന്നു, പ്രധാനമന്ത്രിയുടെ നിലപാടെന്താണ്, BJPയുടെ നിലപാടെന്താണെന്ന് ചോദിച്ചിരുന്നതാണ്. അന്നും ഇവരാരും അതിൽ നിന്ന് സ്ലിപ്പ് ചെയ്യായിരുന്നു. ഇപ്പോഴും അത് സ്ലിപ്പ് ചെയ്യുകയാണ്. കാരണം അവർക്ക് പറയാൻ കഴിയില്ല. ഇതിനു മുമ്പ് 38 പാർട്ടികളുടെ കൊയിലേഷൻ തന്നെ ആയിരുന്നേ ഭരിച്ചിരുന്നു. അല്ലേ സ്റ്റേറ്റ് ചോദിക്കട്ടെ, നിങ്ങൾക്ക് സർക്കാർ രൂപീകരണത്തിന് തയ്യാറ് നിൽക്കാത്തത് ഇത് ഈ വണ്ടി അധികം ഓടത്തിൽ ഇടിച്ചെവിടെങ്കിലും നിൽക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുള്ളത് കൊണ്ടാണോ? പ്രത്യേകിച്ച് TDPയും ഒപ്പം JDU ആണ് അപ്പുറത്ത്. സംശയം എന്താ കാര്യത്തിൽ? കാണട്ടെന്നേ, ഇവരുടെ മുന്നണി ഭരണം രാജ്യം കാണട്ടെ. ഞങ്ങൾ ക്രിയാത്മകമായ പ്രതിപക്ഷമായിരിക്കുകയാണ്. ഞങ്ങളും അവരും തമ്മിൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ എത്ര സീറ്റിൻ്റെ വ്യത്യാസമുണ്ട് ഡോക്ടർ അരുൺ? 36 സീറ്റ് പോരെ? 36 സീറ്റ് പോരെ ഇപ്പോൾ ഗവൺമെൻറ് ഉണ്ടാക്കാൻ? അതിനുള്ള സംവിധാനം ഇല്ലെന്നാണോ ധരിച്ചിരിക്കുന്നത്? ഒറ്റ കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ മുൻപാകെ ചൂണ്ടിക്കാണിക്കാം. അഗ്നിപഥ് പദ്ധതി, അതിനെ നഖശികാന്തം വിമർശിച്ചതാരാ? രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ സഖ്യവും. ആ പദ്ധതിക്കെതിരായി വ്യാപകമായി ക്യാമ്പയിൻ നടത്തിയതാരാ? ഞങ്ങളല്ലേ. എത്രയോ സമരങ്ങൾ നമ്മുടെ രാജ്യം കണ്ടു. എന്തായിരുന്നു നിലപാട്? ഇപ്പോൾ നിതീഷ് കുമാർ ഈ ആവശ്യം ബോധപൂർവ്വം മുന്നോട്ട് വെച്ചത് വെറുതെയാണെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്?
ഒരിക്കലും വെറുതെ അല്ല. അവിടെ മോദി മുട്ടുമടക്കേണ്ടി വരും. ചിത്രം കർഷകർക്ക് മുന്നിൽ മുട്ടുമടക്കിയതുപോലെ അഗ്നിവീർ പദ്ധതിയും ചുരുട്ടിക്കെട്ടി കൊണ്ടുപോകേണ്ടി വരും എന്നാണല്ലേ അനിൽ ബോസ്? അഗ്നിവീർ പദ്ധതി മാത്രമല്ലല്ലോ, ഇപ്പൊ ജാതി സംവരണം എന്തായിരുന്നു നിലപാട്? എന്തെല്ലാം പറഞ്ഞ് ആക്ഷേപിച്ചു? എത്രയോ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൽ. ഉപയോഗിക്കാമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്, BJPക്ക് ഉപയോഗിക്കാമോ? വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ തിരിച്ചു വരാം ഞാൻ ഒന്ന് സമ്പത്തിലേക്ക് കൂടി പോയിട്ട് വരട്ടെ. താങ്കൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളും പ്രസക്തമാണ്. ശ്രീ സമ്പത്ത്, ഇന്നിപ്പോൾ NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗവും ഭരണഘടനയെ വണങ്ങുന്നതും NDA എന്ന് ആവർത്തിക്കുന്നതും അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കുമ്പോഴും NDA എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നതും കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നരേന്ദ്രമോദി ഏകശിലാത്മകമായ പാർട്ടി സംവിധാനത്തിൽ നിന്ന് ഒരു ബഹുസ്വരതയെ അംഗീകരിച്ചു തുടങ്ങിയ മോദിയായി മാറുകയാണോ? ഞാൻ ഡോക്ടർ അരുൺകുമാറിൻ്റെ ചോദ്യത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം മറ്റ് കമൻറ്റുകൾ കൂടാതെ മറുപടി പറയാൻ ശ്രമിക്കുകയാണ്. ഇത് ഇന്നിപ്പോൾ നമ്മുടെ ഈ ചർച്ചയ്ക്ക് ആധാരമായ വിഷയങ്ങൾ അരുൺ പറഞ്ഞുവല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ. അരുൺ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പില്ലാതെ പോയ ഒരു 5 കൊല്ലക്കാലം ഡോക്ടർ അരുൺകുമാറിനോടൊപ്പം എൻ്റെ 2 ചങ്ങാതിമാരും കൂടി ഒന്ന് ആലോചിച്ച് നമ്മുടെ ഈ പ്രേക്ഷകർ കൂടി അറിയട്ടെ എപ്പോഴായിരുന്നു എന്ന്. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയുടെ ലോക്സഭ വിളിച്ചു ചേർക്കപ്പെട്ടാൽ ആദ്യത്തെ സെഷനിൽ തന്നെ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പും നടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഭരണത്തിലേറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയിൽ നിന്നല്ലാതെ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിൽ നിന്നാണ് ഉണ്ടാവാറുള്ളത്. അത് പ്രതിപക്ഷ നിരയിൽ നിന്നായാലും അക്കാര്യത്തിലൊന്നും ലോക്സഭയിൽ അത്തരത്തിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ഉള്ള വിരോധത്തിനൊന്നും ഒരവസരവും ഉണ്ടായിട്ടില്ല. എന്നാൽ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 2ാം മോദി സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ കാലത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ നിലവിലുള്ള രാഷ്ട്രത്തിൽ ലോക്സഭ പിരിയുന്നത് തന്നെ ആ പിരിച്ചുവിടപ്പെട്ട ലോക്സഭയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നേ. എല്ലാം സ്പീക്കറിൽ മാത്രം കേന്ദ്രീകരിച്ച് സഭ പൂർണ്ണമായി തങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്തി അത്തരത്തിൽ രാജ്യസഭയിൽ എന്നുള്ളതുപോലെ ലോക്സഭയിൽ നിന്നും തങ്ങൾക്ക് അനിഷ്ടകരമായ വർത്തമാനങ്ങൾ പറയുന്നവരെയും തങ്ങൾ മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെയും ആരുടെ ശബ്ദമാണോ കേൾക്കരുത് എന്ന് നിർബന്ധമുള്ളത് ആ ലോക്സഭാംഗങ്ങളെ MP-മാരെയെല്ലാം സസ്പെൻഡ് ചെയ്യുക, അവരെയെല്ലാം അവിടെ നിന്ന് പുറത്താക്കുക എന്നുള്ള നിലയിലേക്ക്. ഇത് എന്തിനെയാണ് സൂചിപ്പിച്ചത്? എന്തിനെയാണ് സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്? ജനാധിപത്യം എന്നത് ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ജനാധിപത്യം. അത് ശ്രീ സമ്പത്ത്, ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഈ കേസിൽ പറയുകയും ചെയ്തൊരു വാക്കുണ്ട്, ഭരണഘടനയുടെ അക്ഷരത്തിനും ആത്മാവിനുമെതിരാണ് ഇങ്ങനെ ഡെപ്യൂട്ടി സ്പീക്കർ ഒഴിഞ്ഞു കിടക്കുന്നത് എന്ന്. എന്തുകൊണ്ടാണ് ആ ഒഴിവ് നികത്താതെ പോയതെന്ന് ഇൻവെർട്ടഡ് കോമ, ഒഴിവ് നികത്തുകയല്ല, അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് വേണ്ടത്. അത് BJP ഇതര രാഷ്ട്രീയ കക്ഷികളിൽ നിന്നാണ് വരേണ്ടിയിരുന്നത്. അത് പ്രതിപക്ഷ നിരയിൽ നിന്നായിരിക്കും അത് ഉചിതം. ഇതൊന്നും ചെയ്തില്ലല്ലോ, ഇല്ല. ഒന്നാമതായി തിരഞ്ഞെടുക്കപ്പെട്ട് വരുമ്പോൾ 1ാം മോദി സർക്കാരിൻ്റെ കാലത്ത് ഇന്ന് ഏത് സെൻട്രൽ ഹാളിൻ്റെ ആ ചരിത്രം ഉറങ്ങുന്നതാണ് ആ സെൻട്രൽ ഹാളിൽ. ഡോക്ടർ അരുൺകുമാറെ അറിയേണ്ടത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമടക്കം നടന്നത് ആ ഹാളിലാണ്. ആ ഹാളിലാണ് ഈ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളും മുൻ MP-മാരും അതുപോലെ തന്നെ അക്രഡിറ്റഡ് ജേർണലിസ്റ്റുകൾ, മീഡിയ പേഴ്സൺസ് അവിടെ വരാനായി അത്തരത്തിൽ പ്രത്യേക പാസ്സുള്ളവരും ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും ഒക്കെ അവിടെ അങ്ങനെ വരുന്നത് അവിടെയാണ്. അവർ തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി അങ്ങനെയെല്ലാം സൗഹൃദത്തിൻ്റെ കൂട്ടായ്മകൾ. അതിലെല്ലാം ഞാൻ BJP നേതാവായിരുന്ന യശസ്വരീനായ കേന്ദ്രമന്ത്രി, യൂണിയൻ മന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലിയെ ഓർക്കുകയാണ്. അക്കാര്യത്തിൽ നമ്മുടെ വൈസ് പ്രസിഡൻ്റായി പിന്നീട് ഉപരാഷ്ട്രപതിയായ വെങ്കയ്യ നായിഡുവിനെ ഞാൻ ഈ വേളയിൽ ഓർക്കുകയാണ്. അത് BJP ആണ് എന്നുള്ളത് കൊണ്ടൊന്നും ഈ പറയുന്ന കാര്യത്തിൽ അവർ അതിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. നിരവധി രാഷ്ട്രീയ ചർച്ചകൾ അത്തരത്തിൽ സഭയിലുള്ളതായ സമ്മർദ്ദങ്ങൾ, ടെൻഷനുകൾ, ഡെഡ് ലോക്കുകൾ പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് അത്തരത്തിൽ ഇതൊരു ഗർഭഗൃഹം എന്നൊക്കെ പറയൂലേ, നമ്മൾ അത്തരത്തിൽ പറയുന്നത് പോലെ ഈ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലാണ്. എൻ്റെ ഈ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ വെച്ചിട്ട് BJPയുടെ NDAയുടെ യോഗം ചേർന്നില്ല ഡോക്ടർ അരുൺകുമാറെ. കാരണം എന്താണെന്നറിയോ? ഇന്ത്യയുടെ രാഷ്ട്രപതിയെപ്പോലും പങ്കെടുപ്പിക്കാതെ ഉദ്ഘാടനം നടത്തിയ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് അങ്ങനെ ഒരു സെൻട്രൽ ഹാൾ ഇല്ല. അങ്ങനെ ഒരു സെൻട്രൽ ഹാൾ വേണ്ട എന്ന് തീരുമാനിച്ചു. എന്താ പാർലമെൻറ്റ്? രാഷ്ട്രപതിയും ഈ MP-മാരും ചേർന്നത്, രാഷ്ട്രപതിയും
പാർലമെൻറ്റ് അംഗങ്ങളും ചേർന്നത്, രണ്ട് സഭയും ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്, ലോക്സഭയും രാജ്യസഭയും, രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയും ചേർന്നതാണ് ഈ പാർലമെൻറ്റ് എന്നുള്ളത്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പോലും നമ്മുടെ ആദരണീയായ അത് മറ്റൊരു വിഷയമാണ്. ഞാൻ അതിലേക്ക് ഒന്ന് തിരിച്ചു വരാം. പക്ഷേ അങ്ങ് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടതുമാണ്. നോക്കൂ, ഇവിടെയാണ് ഷാജി രാഘവൻ വളരെ പ്രസക്തമായ നിരീക്ഷണമാണ് സമ്പത്തും അനിൽ ബോസ് നടത്തിയിരിക്കുന്നത്. അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു ഡെപ്യൂട്ടി സ്പീക്കറെ പോലും വയ്ക്കാത്ത അത്രയും ജനാധിപത്യത്തെ കേന്ദ്രീകരിച്ചു കഴിഞ്ഞൊരു സംവിധാനമായിരുന്നു രണ്ടാം മോദി സർക്കാർ. അതിനെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതി പോലും വിമർശിച്ചു. പക്ഷെ അപ്പോഴും ഒരു ഡെപ്യൂട്ടി സ്പീക്കറെ പോലും തെരഞ്ഞെടുത്തില്ല. ഇപ്പോൾ സ്പീക്കർ പദവി തന്നെ കയ്യിൽ BJP ക്കുണ്ടോ എന്നൊരു സംശയത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. TDP ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ആ സ്പീക്കർ പദവി TDP ക്ക് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇവിടെയാണ് നിങ്ങൾ വഴങ്ങാൻ പഠിക്കുകയാണോ ശ്രീ ഷാജി? അല്ല, ഈ ചർച്ചയുടെ ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം പരാജയപ്പെട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ആരെയൊക്കെയോ കൂട്ടി ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു എന്നുള്ള നിലക്ക് ആ ചർച്ച പോകണത്. ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, 2010 പ്രീ പോൾ അലയൻസ് ആണ്, സമ്മതിച്ചു, ഇതൊരു പ്രീ പോൾ അലയൻസ് ആണ്. ഞാൻ സംസാരിക്കുമ്പോൾ ഒരു സംശയം ഒരു സെന്റൻസ് പൂർത്തീകരിക്കാൻ താങ്കൾ ഞാൻ സമ്മതിക്കും, തീർച്ചയായിട്ടും. ആരോഗ്യകരമായ പ്രതിപക്ഷം പറഞ്ഞതുപോലെ ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ടാണ് ചോദ്യം. എന്റെ തുടക്കത്തിലെ ഇപ്പോഴും ഇടപെടുന്നു. അയ്യോ, ഇത് ഷാജി അങ്ങനെ കരുതരുത്. ഇത് ഇനി വരാൻ പോകുന്ന പാർലമെന്റിന്റെ രൂപമായിട്ട് കണക്കാക്കി മതി. ചോദ്യങ്ങളുണ്ടാവും സ്വാഭാവികമായും. അത് ഞാൻ അങ്ങനെ സഹായിക്കാൻ കൂടി ചോദിച്ചത്. അതായത് ഈ പ്രീ പോൾ അലയൻസ് എന്ന് നരേന്ദ്രമോദി പറയുന്നു. പക്ഷേ അപ്പോഴും 2019 നിങ്ങൾ ഈ രണ്ടാം പിണറായി സർക്കാർ രൂപീകരിക്കുമ്പോൾ TDP നിങ്ങളുടെ കൂടെ ഇല്ല. ഇപ്പോൾ 2023 വരുമ്പോൾ എങ്ങനെയാണ് TDP JDU വന്നതൊക്കെ നമുക്കറിയാം. അതുകൂടി മുന്നിൽ വെച്ചുകൊണ്ട് ചോദിച്ചാൽ ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാവുമെന്നാണ് ചോദ്യം. സ്ട്രെയിറ്റാ താങ്കൾ പറഞ്ഞു, ഞാൻ ഇടപെടില്ല. 2 മിനിറ്റ്. അല്ല, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഞാനതാണ് സൂചിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഞങ്ങളൊരു മുന്നണി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായത്. ഈ രാജ്യത്ത് പല മുന്നണികൾ ഉണ്ടാകുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഒരേ മുന്നണിയാണോ? കേരളത്തിൽ തന്നെ മുന്നണി സംവിധാനങ്ങൾ നമ്മുടെ കേരള പിറവിക്ക് ശേഷം ഉണ്ടായ മുന്നണികളൊക്കെ തന്നെ ഒരേ പാറ്റേണാണോ? അല്ലല്ലോ. മുന്നണികൾക്ക് മാറ്റം ഉണ്ടാവും, നിലപാടുകൾക്ക് മാറ്റം ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവരിപ്പോൾ എൻ്റെ ബഹുമാനപ്പെട്ട 2 സുഹൃത്തുക്കളും പറഞ്ഞ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇത് വ്യാപകമായി ചർച്ച ചെയ്തതാണ്. നമ്മളുൾപ്പെടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഡോക്ടർ ഈ വിഷയം ഇതേ ചാനലിരുന്നിട്ട്. ഇതൊക്കെ കേട്ടിട്ടാണ് ജനങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ വോട്ട് ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യം കണ്ട പ്രത്യേകത എന്താ? ഞാൻ സമ്മതിച്ചല്ലോ, 2-3 സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് പരാജയം നേരിട്ടു. ആ പരാജയം എന്ന് പറയുന്നത് കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ CPM പല സംസ്ഥാനങ്ങളിൽ പരാജയപ്പെട്ടതുപോലെയല്ല. അവിടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ MP-മാരുള്ള പാർട്ടി ആരാണ്? ഡോക്ടർ അരുൺ, ഉത്തർപ്രദേശിലാരാ? കോൺഗ്രസും CPM-ഉം തെരഞ്ഞെടുപ്പിന് ശേഷം ചില സംസ്ഥാനങ്ങളിൽ നാമാവശേഷം ആകുന്നത് പോലെയാണോ ഉത്തർപ്രദേശ്, ഹരിയാന? ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യത്തിൽ ഞങ്ങൾ ഈ മാൻഡേറ്റിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ കക്ഷി ആരാ? അത് പറഞ്ഞിട്ട് കാര്യം, ഇന്ത്യ മുന്നണി ഒരുമിച്ചല്ലേ അവിടെ മത്സരിച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണി ഒരുമിച്ചല്ലേ മത്സരിച്ചത്? അവിടെ ഇന്ത്യ ഇല്ലല്ലോ. അവിടെ ഇന്ത്യ മുന്നണിയല്ലേ മത്സരിച്ചത്? എവിടെ? ഉത്തർപ്രദേശിൽ. അല്ല, അത് ഞാൻ ചോദിച്ചത് ഉത്തർപ്രദേശിൽ ഏറ്റവും വലിയ പാർട്ടി ഏതാന്ന് ഞാൻ ചോദിക്കുന്നത്. ഒരു ഭാഗത്ത് ഇന്ത്യ മുന്നണി ഒരു ബ്ലോക്കായിട്ട് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികളെ നിർത്തില്ലല്ലോ സീറ്റ് ചർച്ചയിൽ, അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ ഡോക്ടർ അരുൺ ചർച്ചയിൽ താങ്കളും എൻ്റെ സുഹൃത്തുക്കളും പറയാൻ ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അമ്പയെ പരാജയപ്പെട്ടു പോയെന്നൊരു ചിത്രമാണ് നിങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നത് അങ്ങനൊരു സാഹചര്യം ഈ രാജ്യത്തില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ മുന്നണി ഉണ്ടാക്കുമ്പോൾ പാർട്ടികൾ തമ്മിൽ കൃത്യമായ ധാരണയുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സ്വാഭാവികമായും കോർഡിനേഷൻ കമ്മിറ്റിയിൽ കൃത്യമായിട്ടുള്ള ഒരു മിനിമം പ്രോഗ്രാം നിശ്ചയിക്കപ്പെടും. അതിൻ്റെ ഫോക്കസ് എന്താണെന്ന് പോലും കൃത്യമായിട്ട് പ്രധാനമന്ത്രി ഇന്നത്തെ പ്രസംഗത്തിലും നമ്മൾ മനസ്സിലാക്കണം. കൗണ്ടിങ്ങിന് ശേഷം പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഈ പറയുന്ന NDA നേതാക്കന്മാർ കൂടി അവിടെ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു. ആ പ്രമേയത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ പറയുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഗവൺമെൻറ് രാജ്യത്തെ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ വികസന പദ്ധതികൾ ഉൾപ്പെടെ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു, രാജ്യത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും സംരക്ഷിക്കുന്ന നിലപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള പ്രമേയമാണ് അവിടെ പാസ്സാക്കിയത്. അതിൽ ഈ പറയുന്ന TDP-യും ഉണ്ട്, ഈ പറയുന്ന എല്ലാ ഘടകകക്ഷികളും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ധാരണയുടെ പ്രശ്നങ്ങൾ വിഷയങ്ങളോ ഞങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്നില്ല. അഗ്നിവീർ പദ്ധതി നിലവിലുള്ള രീതിയിൽ പിൻവലിക്കേണ്ടി വരുമല്ലോ. 15 വർഷത്തേക്കെങ്കിലും മിനിമം നിയമനം
കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. അത് BJPയുടെ പ്രഷർ അല്ലല്ലോ, ഇന്ത്യ മുന്നണിയും JDU ഒക്കെ നൽകുന്ന പ്രഷറാണല്ലോ. അപ്പോൾ വഴങ്ങുകയാണ്, നിങ്ങൾ വഴങ്ങാൻ പഠിക്കുകയാണ്. ഞാൻ മോശം അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. വഴങ്ങാത്തത് വലിയ ഗുണകരമായ ഒന്നല്ല ജനാധിപത്യത്തിൽ. അല്ല സാർ, അല്ലല്ല, ഈ നാളെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടക്കാൻ പോകുന്ന ഗവൺമെന്റ് എടുക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി നമ്മളിപ്പോൾ ഒരു ചർച്ച എത്ര അപക്വമായി നമുക്ക് ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. KC ത്യാഗി ഇപ്പോഴും പറയുന്നത് എന്താണ്? ഇത് അനുവദിക്കില്ല, ഈ സംവിധാനം അനുവദിക്കില്ല. ചർച്ച ചെയ്യുമ്പോൾ അനുവദിക്കില്ല, അല്ലെങ്കിൽ ഇത് മാറ്റേണ്ടി വരും എന്നുള്ളൊരു മുൻവിധിയിൽ നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും? ചർച്ചയാവാം, ചർച്ച നമുക്ക് നടത്താൻ ഈ ജനാധിപത്യത്തിൽ ചർച്ച വേണമല്ലോ, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിന്റെ. ഞാൻ ചോദിക്കുന്നത് നരേന്ദ്രമോദി ഇതേ കാര്യം ആവർത്തിച്ചു പറഞ്ഞു. ഷാജി രാഘവൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞു, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു എന്ന് വരുത്താൻ വേണ്ടി നിങ്ങളൊരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ NDA ജയിച്ചു നിൽക്കുകയാണ്, നിങ്ങൾക്ക് കക്ഷി ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ 3 കക്ഷികളെ മറുകണ്ഠം ചാടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഭരണം കിട്ടൂ. അപ്പോൾ ഇപ്പോഴും അവരെല്ലാം NDA തന്നെ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ നിങ്ങളൊരു പ്രചരണം നടത്തുന്നുണ്ട്, NDA തോറ്റു, മോദി തോറ്റു എന്നൊരു പ്രചരണം, വ്യാജ പ്രചരണം നടത്തുന്നു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഇവർ ഏറ്റവും മഹിമയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രചരിപ്പിച്ചതെന്താ? ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച ഞങ്ങളുടെ ലക്ഷ്യം, അതിലേറ്റവും പ്രധാനം രാമക്ഷേത്രം നിർമ്മിച്ചു എന്ന് തന്നെയാണ്, ഇല്ലേ? ഏറ്റവും മഹത്വവൽക്കരിച്ച് നടപ്പിലാക്കിയ ആ രാമൻ്റെ മണ്ണിൽ എന്താ സ്ഥിതി? അയോധ്യ ഇരിക്കുന്നിടത്തെ സ്ഥിതി എന്താ? പരാജയപ്പെട്ടില്ലേ? ഇന്ത്യയിൽ ഇവർ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ഹിന്ദുത്വമല്ലേ? ഹിന്ദുമത വിശ്വാസികൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരിടമല്ലേ വാരണാസി, കാശിനാഥൻ്റെ മണ്ണ്? എന്താ സ്ഥിതി? അജയ് റോയിയെ പോലെ ഒരു സാധാരണക്കാരൻ്റെ മുന്നിൽ നിരങ്ങി ഇഴഞ്ഞ് കയറുന്നതല്ലേ പ്രധാനമന്ത്രി? 1,67,000 ഉണ്ട്, ചെറിയ വോട്ടല്ല. പരാജയമല്ലേ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാം കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന ദൈവസൃഷ്ടിയല്ലേ? ആ ദൈവസൃഷ്ടി രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഹിന്ദുമത വിശ്വാസികൾ വിശ്വസിക്കുന്ന വാരണാസിയിൽ, കാശിനാഥന്റെ മണ്ണിൽ എന്തേ ആ നിലയിലേക്ക് താഴോട്ട് പോന്നു? അതാണ് എൻ്റെ ചോദ്യം. എന്തേ താഴോട്ട് പോന്നു? പിന്നെ കേരളത്തിൽ ജയിച്ചു. കേരളത്തിൽ എന്തേ 2 കേന്ദ്രമന്ത്രിമാർ മത്സരിച്ചിട്ട് ജയിച്ചില്ല? ഇനി ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ ജയിച്ചുവെങ്കിൽ ഇത് ആദ്യമായിട്ടല്ലല്ലോ അവർ ജയിക്കുന്നത്. പക്ഷേ BJP താമരച്ചിട്ട് ജയിക്കുന്നത് ആദ്യമാണ്. അവരുടെ വിജയത്തെ നമ്മൾ ചുരുക്കരുത്. സംസാരിക്കാൻ തുടങ്ങിയല്ലോ. 4% BJP വോട്ട് കേരളത്തിൽ വളർന്നു. ഇന്ന് നിങ്ങളുടെ തൃശ്ശൂർ DCC ഓഫീസിൽ കണ്ടതേ ഷാജി കൈലാസിന്റെ സിനിമയിൽ ഇടിയ. അല്ല, ഒരു സെക്കൻഡ് അരുണെ, ഞാൻ വഴക്കുണ്ടാക്കാനില്ല. ചർച്ചയിൽ പറയുന്ന അഭിപ്രായം ജനങ്ങൾ കേൾക്കാൻ അവസരം തരണം. ഇവിടെ നിങ്ങൾ പറഞ്ഞത് മുന്നണിയെക്കുറിച്ച് ഇന്നലെ വരെ കഴിഞ്ഞ 10 വർഷം മുന്നണിയെക്കുറിച്ച് സംസാരിക്കാതെ ഏകപക്ഷീയമായി ധാർഷ്ട്യത്തോടുകൂടി തീരുമാനമെടുത്തിരുന്ന BJP ആ തീരുമാനത്തിൽ നിന്ന് മാറി മുന്നണിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് താങ്കൾ പറഞ്ഞു. അതിൽ താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ BJPക്ക് കേരളത്തിൽ വളർച്ചയില്ലെന്ന് പറയുന്നത്. BJPക്ക് കേരളത്തിൽ വളർച്ചയുണ്ട് 3%. എന്റെ പോലെ ഞാൻ പറയാത്തതിനെ കുറിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാതെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ ശ്രമിക്കൂ. അപ്പൊ ഇവർ മുന്നണിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എങ്കിൽ ആ മുന്നണി ആദ്യമായി ജയിക്കുന്ന ഇന്നല്ല, മൂവാറ്റുപുഴയിൽ PC തോമസാണ് ജയിച്ചതും ഇവരോടൊപ്പം കേന്ദ്രമന്ത്രിയായതും. പിന്നീട് എന്താ PC തോമസിന്റെ സ്ഥിതി? എത്ര പാർട്ടികളിൽ പോകേണ്ടി വന്നു, സ്വന്തമായി പാർട്ടി ഉണ്ടാക്കേണ്ടി വന്നു, തിരിച്ചു വന്നിട്ട് മാതൃപാർട്ടിയായ കേരള കോൺഗ്രസിൽ വരേണ്ടി വന്നു. കണ്ടില്ലേ കേരളം? വേണ്ട, നിയമമെടുക്കാം. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ച് പരാജയപ്പെട്ടതിന് ശേഷം രാജഗോപാൽ നിയമത്തിൽ ജയിച്ചല്ലോ. ഞങ്ങൾ ഉൾപ്പെടെ ബഹുമാനിക്കുന്ന ആളാണല്ലോ. രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിലും കേരളത്തിലെ പൊതുസമൂഹം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് രാജഗോപാൽ. എനിക്ക് തർക്കമൊന്നുമില്ല, അത് പറയുന്നതിന് ഭയവുമില്ല. ആ രാജഗോപാൽ നിയമത്തിൽ ജയിച്ചല്ലോ. പിന്നീട് എന്തേ ജയിച്ചില്ല? പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മാന്ത്രികമായ ദൈവപുത്രൻ എന്നുള്ള നിലയിൽ അവതരിച്ച് 1ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഏകപക്ഷീയമായി വരും എന്ന പ്രതീതി ജനിപ്പിച്ചപ്പോൾ കേരളത്തിൽ അവർക്ക് വോട്ട് കൂടിയിട്ടുണ്ടെന്നേ പരിശോധിക്കണം പാർട്ടി. ശരി താങ്കൾ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായി. എന്താണ് PC തോമസിന് സംഭവിച്ചത്? ഒറ്റ സെക്കൻഡ് പ്ലീസ്. എനിക്കിനി സമയം തന്നില്ലേലും കുഴപ്പമില്ല. ഒരൊറ്റ സെക്കൻഡ്. തൃശൂർ പാർലമെന്റ് മണ്ഡലവും തൃശൂരിലെ കോൺഗ്രസ് ആസ്ഥാനത്തെ വഴക്കം പറഞ്ഞല്ലോ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് നിർഭാഗ്യകരമെന്ന് തന്നെ താങ്കളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് രാഷ്ട്രീയത്തിൽ. പക്ഷേ എൻ്റെ ചോദ്യം, ഞങ്ങൾക്ക് അവിടെ കുറഞ്ഞത് 22,500 വോട്ടാണ്. കണക്ക് ഞാൻ തരാം അരുണിന്. പക്ഷേ അതിലധികം കുറഞ്ഞ പാർട്ടിയാണ് അവിടെ LDF. അവർ പരിശോധിക്കട്ടെ. ഒരു സെക്കൻഡ് അരുണേ. അല്ലല്ല,
നിങ്ങൾ പറയുന്നത് കേൾക്കൂ. ഞാൻ ചലഞ്ച് ഏറ്റെടുക്കാം. ഡോക്ടർ അരുണുമായി ചലഞ്ച് ഏറ്റെടുക്കാം. ഞങ്ങൾക്ക് 23,000 വോട്ട് പോലും ഞങ്ങൾക്ക് കുറഞ്ഞിട്ടില്ല. 23,000 താഴെയാണ് ഞങ്ങളുടെ കുറഞ്ഞിരിക്കുന്നത്. കണക്ക് ഞാൻ തരാം. പക്ഷേ അതിന്റെ ഇരട്ടിയിൽ കൂടുതൽ കുറഞ്ഞിരിക്കുന്ന LDF-നാണ്. കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങളുടെ വോട്ട് വർദ്ധിച്ചെന്നേ. ഈ കേന്ദ്രമന്ത്രി മുരളീധരൻ മത്സരിച്ചെടുത്ത് പോലും ഞങ്ങൾക്ക് 5,000 വോട്ടോളം കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ കണക്ക് തരാം. കേരളത്തിൽ ഞങ്ങളുടെ വോട്ട് കുറഞ്ഞു എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ പുറത്തേക്ക് ചാരാൻ പോരല്ലേ? എനിക്ക് ചുരുങ്ങിയ സമയമുള്ളൂ, ക്ഷമിക്കണം. 3 പാനലിസ്റ്റുകളും തൃശ്ശൂരിലെ വിഷയം വന്നതുകൊണ്ട് എനിക്ക് അവരിലേക്ക് പോകേണ്ടി വന്നതാണ്. 1 മിനിറ്റ് സമയമേ ശ്രീ സമ്പത്തുള്ളൂ. എനിക്കറിയാം അങ്ങേക്ക് അത് പോരായെങ്കിൽ, പക്ഷേ ഇന്ന് ഒന്ന് വഴങ്ങണം പ്ലീസ്. അതെ അതെ ഡോക്ടർ അരുണ, ഞാൻ ഈ മറ്റ് തർക്കങ്ങളിലേക്കല്ല, ഞാൻ തിരിച്ച് താങ്കളുടെ ചോദ്യത്തിൻ്റെ ആ പർവ്യൂലേക്ക്, അതിനുള്ളിലേക്ക് തിരിച്ചിങ്ങ് വരികയാണ് ഉത്തരത്തിൽ. ഇവിടെ ജാതി സർവേയെക്കുറിച്ച് പറഞ്ഞു. ജാതി സർവേ നടത്തുന്നത്, ഒരു സംസ്ഥാനം നടത്തുന്നതിനെതിരായി സുപ്രീം കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്തത് യൂണിയൻ ഗവൺമെൻറ്റാണ്. അവിടെ നിതീഷ് കുമാറിൻ്റെ സംസ്ഥാന സർക്കാർ അത് നടത്തുന്നതിനെതിരായി സുപ്രീം കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്തത് ശ്രീ മോദിയുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ ഗവൺമെൻറ്റാണ്. ഇവിടെ ഇപ്പോൾ ഭരണത്തിൽ പങ്കാളികളാവുകയാണ്. 2, പട്ടാളത്തിലെ കരാർവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. ഇന്ത്യയിലിപ്പോൾ ഈ BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ 400 സീറ്റിനപ്പുറം എന്നുള്ള സ്വപ്നം തകർന്നു പോയത് ഇന്ത്യയിൽ കഴിഞ്ഞ 5 അല്ല 10 കൊല്ലമായി നടക്കുന്ന ഇടതടവില്ലാതെയുള്ള കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും തൊഴിലാളികളുടെയും പണിയെടുക്കുന്ന വിവിധ വിഭാഗം ജനങ്ങളുടെയും പ്രക്ഷോഭങ്ങളാണ്, സമരങ്ങളാണ്, പോരാട്ടങ്ങളാണ്. അതാണ് ഇതിൻ്റെ കാരണമെന്നുള്ളത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു എന്നുള്ളത് കൊണ്ട് സീറ്റ് കിട്ടി, അതുകൊണ്ട് അവരാണ് ഏറ്റവും വലിയ പാർട്ടി എന്ന്, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് കൊണ്ട് അവരെല്ലാവരും ചെറിയ പാർട്ടി നിഷ്പ്രഭമായി എന്ന്, ഉത്തർപ്രദേശിൽ ബഹുജൻ സമാജ് പാർട്ടിക്ക് സീറ്റില്ല എന്നുള്ളത് കൊണ്ട് BSPയെ അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് എഴുതിത്തള്ളാനായി കഴിയുമോ? തമിഴ്നാട് സംസ്ഥാനത്ത് ADMKക്ക് സീറ്റില്ല എന്നുള്ളത് കൊണ്ട് ADMK തമിഴ്നാട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് എഴുതിത്തള്ളാനായി കഴിയുമോ? അങ്ങനെയൊന്നും കഴിയില്ല. ഇവിടെ ജനങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടമുണ്ട്. ആ പോരാട്ടങ്ങളിലും പ്രക്ഷോഭങ്ങളിലും അവർ വഹിച്ച, വളരെ പ്രായമേറിയ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ വഹിച്ച പങ്കുണ്ട്. അവരെ എല്ലാം രാജ്യദ്രോഹികളെന്ന് വിളിക്കുക. വളരെ പ്രധാനപ്പെട്ട ബഹുസ്വരമായ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുന്നു. ശ്രീ സമ്പത്ത് നന്ദി. ശ്രീ ഷാജി രാഘവൻ നന്ദി. ശ്രീ അഡ്വക്കേറ്റ് അനിൽ ബോസ് ചർച്ചയിൽ ചേർന്നതിന്. ഇനി പ്രേക്ഷകർക്ക് കാണാം ഡിബേറ്റ് വിത്ത് മീ നികേഷ് കുമാർ.